ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ്. സോ എന്തുകൊണ്ട് ഈ ആപ്പ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളിപ്പോ പ്ലേ സ്റ്റോറിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷൻ വലിയ വലിയ ചില ആപ്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ അവർ പ്രീ ലോഞ്ച്, പ്രീ രജിസ്റ്റർ അല്ലെങ്കിൽ ഏർലി ആക്സസ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ബീറ്റ വെർഷൻ ഇതിന് തൊട്ട് മുന്നേ, അതായത് ആക്ച്വലി ഈ പറയുന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലേ സ്റ്റോറിലൊക്കെ ലോഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ പഴയ ഒരു, അതായത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏർലി ആക്സസ് എന്നൊക്കെ പറഞ്ഞ് അവർ നമുക്കൊരു ബീറ്റ വെർഷൻ തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഈ ആപ്പ് സപ്പോസ് ലോഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ആപ്പ് ലോഞ്ച് ചെയ്ത ശേഷം നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ അതെടുത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കിയ ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ബഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് യൂസേഴ്സിന് അത്ര കൺവീനിയന്റ് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വിചാരിച്ചു. അപ്പം ഇത് ആപ്പ് ലോഞ്ച് ചെയ്ത ശേഷം നമ്മളിത് കണ്ടുപിടിക്കുന്നെങ്കിൽ അവർക്ക് അത് ഭയങ്കര തലവേദനയാണ്, മാത്രമല്ല അവർക്ക് നല്ല ചീത്തപ്പേരാണ്. അപ്പൊ അവരെന്താണ് ഈ പ്രീ ലോഞ്ച് വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ബഗ്സ് അല്ലെങ്കിൽ യൂസേഴ്സിന്റെ റിവ്യൂ, ഇതൊക്കെ അവര് ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കിയ ശേഷം ഈ പറയുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആപ്പിൽ വരുത്തിയിട്ട് നല്ല രീതിയിൽ, അതായത് അത്രയും എഫിഷ്യന്റ് ആയിട്ടും അത്രയും ഇംപ്രൂവ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു ആപ്പ്, അതായത് ആപ്പ് യൂസേഴ്സിന് എങ്ങനെയാണോ ഈ ആപ്പിന്റെ ആവശ്യം അതേ രീതിയിൽ തന്നെ ആ ആപ്പിനെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക. അത് മാത്രമല്ല പിന്നെ ബഗ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് നേരത്തെ ഇത് കണ്ടുപിടിക്കാനും റിസോൾവ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ഈ പറയുന്ന പ്രീ ലോഞ്ച്, പ്രീ ആക്സസ് എന്നൊക്കെ പറഞ്ഞ് അവർ നേരത്തെ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിനകത്തൊക്കെ കൊണ്ടിടുന്നത്. പക്ഷെ ഇതേ കാര്യം, അതായത് ഇപ്പൊ പ്ലേ സ്റ്റോറിൽ ഇടുന്ന സമയത്ത് തന്നെ ഈ പ്ലേ സ്റ്റോറിൽ ആക്ച്വലി ആപ്ലിക്കേഷൻ ഇടുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ മാതിരി ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ആപ്പിനെ നേരെ കൊണ്ട് പ്ലേ സ്റ്റോറിൽ ചിലപ്പോൾ അവർക്ക് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ചില കമ്പനിക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പ് പ്ലേ സ്റ്റോറിനകത്ത് ഇടുന്നതിന് പകരം ആക്ച്വലി യൂസേഴ്സിനെ കണ്ടുപിടിച്ച് യൂസേഴ്സിന് ചെറിയൊരു എമൗണ്ട് കൊടുത്ത ശേഷം ചുമ്മാ ഈ ആപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറയും. അതായത് ഇപ്പൊ ഞാനാണ് ഇപ്പം എന്നെ അവർ ചൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അവർ എന്റെ അടുത്ത് വന്ന ശേഷം ഈ ആപ്പിന്റെ ലിങ്ക് എന്നിട്ട് പറയും, ജസ്റ്റ് ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കുറച്ച് നേരം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു 100-150 രൂപ തരാം. ലിറ്ററലി ഇതാണ് ആക്ച്വലി ഈ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന സംഭവം, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ, അപ്പം ഈ പറയുന്ന ആപ്പിന്റെ ക്രിയേറ്റേഴ്സ് ഡയറക്ട്ലി നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഒരിക്കലല്ല, ഇവിടെയാണ് ഇതിന്റെ ക്യാച്ച് ഇരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, ഓൺലൈൻ വഴി ഇപ്പൊ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ്. എന്റെ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഒരുപാട് ആപ്സിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, ഓൺലൈൻ വഴി എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. സോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ പലർക്കും ഇപ്പോഴും ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എത്തുന്ന ഡയറക്ഷൻ, ഇപ്പൊ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്, ഇവരൊക്കെ കാണിക്കുന്ന ആപ്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു 90% സ്കാംസ് അല്ലെങ്കിൽ ഫ്രോഡ്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ ഇതിൽ പോയി അങ്ങ് ചാടുന്നു. അതിനുശേഷം നമ്മൾ വിചാരിക്കും കാണുന്ന എല്ലാം സ്കാംസ് ആണെന്ന് തന്നെ നമ്മളങ്ങ് വിചാരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളൊരു കുഴി പോയി ചാടിയിട്ടുണ്ട്, ഓക്കെ ശരിയാണ്, എന്ന് വെച്ച് എല്ലാം കുഴികളല്ല. സോ അതാണ് ഇതിന്റെ അകത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന മാതിരി തന്നെ ആക്ച്വലി ആൾക്കാർ യൂസേഴ്സിന് ക്യാഷ് കൊടുക്കുന്ന ആപ്സ് ഉണ്ട്. സോ അങ്ങനെ ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ ഈ ആപ്പ് എന്തിനാണ് യൂസേഴ്സിന് ക്യാഷ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ പറഞ്ഞ മാതിരി ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാനും, ജസ്റ്റ് ഒന്ന് ടെസ്റ്റിംഗ് ഇൻ ദ സെൻസ് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, കയറി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത ശേഷം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവര് ഈ പറയുന്ന ആപ്സ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. സോ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട്, നമുക്ക് പലർക്കും വരുന്ന പ്രശ്നമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഓൺലൈൻ വഴി എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള മെത്തേഡ്സിലൂടെ നമ്മൾ എത്തുന്നില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ ചാനൽ തുടങ്ങിയത് തന്നെ. കാരണം കൃത്യമായിട്ട് തന്നെ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് കൃത്യമായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ആപ്സ്, അതായത് ഓൺലൈനിൽ ആക്ച്വലി പേ ചെയ്യുന്ന ആപ്സിലൂടെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. സോ ഞാനപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പിന്റെ പേരാണ് ക്ലിക്ക് വർക്ക്. സോ ഈ ആപ്പിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരുപാട് ഏർണിംഗ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഗെയിംസ് കളിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, സർവീസ് ചെയ്ത ശേഷം നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വിൻഡോസിലൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞ ആപ്സിന്റെ കാര്യം പറഞ്ഞു, അപ്പം ആപ്സിന്റെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു പാർട്ട് മാത്രമാണ്. അതിപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, വിൻഡോസ് ആപ്സ് ഉണ്ട്, പിന്നെ ലിനക്സിലുള്ള ആപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഈ പറയുന്ന മാതിരി ഈ പറയുന്ന ആപ്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയുന്ന മാതിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. മിക്കവാറും അവർ ടാസ്ക് ഒന്നും തന്നിട്ടില്ല, ഞാൻ നോക്കിയാലൊന്നും അങ്ങനെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആപ്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക, കഴിഞ്ഞു. സോ ഇപ്പം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ള ആപ്പാണ്. സോ ഇതിന്റെ ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് അതിനകത്ത് പോയി തന്നെ ഡൗൺലോഡ് ചെയ്യാം. സോ
അപ്പം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സ്ക്രീൻ ഇതാണ്. സോ ഇതിനകത്ത് ഇങ്ങനെ ഫസ്റ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പേയ്മെന്റിന് ഇവർ തരുന്ന മെത്തേഡ്സ് ആണ്. ഇപ്പൊ സർവീസ് ആയിക്കോട്ടെ, ഈ പുറത്തുള്ള പല ഇതിന്റെ ഇപ്പം ടൊളൂന അല്ലെങ്കിൽ yourservice.com അങ്ങനെ പുറത്തുള്ള പല സർവേ ആപ്സിന്റെ കാര്യങ്ങൾ ലിങ്ക്സ് ഒക്കെ ഇവർ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതുവഴി തന്നെ ആ പറയുന്ന സർവേ ആപ്സിലോട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ മാതിരി ഈ ആപ്സിന്റെ ടെസ്റ്റിംഗ് ആണ്. പല ആപ്സും അവർ ചോദിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുമ്പോഴേക്കും ഈ ഡോളേഴ്സിലൊക്കെയാണ് നിങ്ങൾക്ക് ഇതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല ഇതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ആപ്പ് പറയുന്നത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഒരു ദിവസം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ സെൽഫീസ് എടുത്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. ആൻഡ് ഇതിന്റെ പേ ഔട്ട് വരുന്ന ഏതാണ്ട് $12 വരെയൊക്കെ ഇവർ പേ ഔട്ട് തരുന്നുണ്ട്. സോ $2 മുതൽ $12 വരെ. ആൻഡ് അത് $2 അല്ലെങ്കിൽ $12 എന്നുള്ളതിലല്ല കാര്യം, എന്തിന് ഇവർ ക്യാഷ് തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സെൽഫീസ് എടുത്ത ശേഷം അത് അപ്ലോഡ് ചെയ്യുക. അത് അവർക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ആ അപ്ലോഡ് ചെയ്യുന്ന സെൽഫീസിന് വേണ്ടിയിട്ട് ഇവർ നിങ്ങൾക്ക് ക്യാഷ് തരുന്ന പറയുന്നത്. നിങ്ങൾ ഇത് ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഒരു സെൽഫി എടുത്ത ശേഷം അത് അപ്ലോഡ് ചെയ്തിട്ട് ആ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാഷ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു സാധ്യതയില്ല. പക്ഷെ സത്യമാണ്. ആക്ച്വലി ഇത് സത്യമാണ്. ഇതൊരു കമ്പനി ചെയ്യുന്ന ഒരു റിസർച്ചിന്റെ ഭാഗമാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഗെയിംസ് ആയിക്കോട്ടെ, വിൻഡോസിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെയധികം ഈസി ആയിട്ട് ഇതിനകത്ത് $10 മുതൽ തന്നെ നിങ്ങൾക്ക്, കറൻസി യൂറോയിലാണ്, €10 മുതൽ തന്നെ നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റും. പേയ്പാലും കൂടെ നിങ്ങൾ ജസ്റ്റ് ലിങ്ക് ചെയ്താൽ മതി. പേയ്പാൽ എന്ന് പറയുമ്പോൾ കേട്ടാരും പേടിക്കേണ്ട, നമ്മൾ ഗൂഗിൾ പേ മാതിരിയുള്ള തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഗൂഗിൾ പേ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത ശേഷം ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ പേയ്മെന്റും കാര്യങ്ങളും കിട്ടും. സോ ഇതിന്റെ അകത്ത് കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇതിനകത്ത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പറയുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, വളരെ യൂണീക്ക് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിനൊക്കെ ആരെങ്കിലും ക്യാഷ് തരും. അതെ, ഇതിനും ക്യാഷ് തരാൻ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി എന്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമ്മളെ ഗൈഡ് ചെയ്യാനില്ല. എന്നെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. ഞാൻ ഇതിങ്ങനെ കുത്തിയിരുന്ന് കണ്ടുപിടിക്കുന്നതാണ്. സോ എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും നിങ്ങൾക്ക് ആർക്കും പറ്റാൻ പാടില്ല. ആൻഡ് ക്യാഷ് ഉണ്ടാക്കാൻ, അതായത് ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു അവസരം എല്ലാവരിലോട്ടും എത്തിക്കുക, അത് മാത്രമാണ് എന്റെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ മാതിരി എന്റെ ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് ഇപ്പം എല്ലാ ആപ്സും ഇതിനകത്ത് പലതും ഞാൻ കുറേയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കുറേയൊക്കെ യൂസേഴ്സ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ആപ്സും ആക്ച്വലി പേ ചെയ്യണം എന്നില്ല. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ആപ്സും നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പേഷ്യന്റ് ആയിട്ട് ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പല ആപ്സും ഇതിനകത്ത് പേ ഔട്ട് ചെയ്യാറുള്ളൂ. സോ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഈ പറയുന്ന ആപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആക്ച്വലി പേ ഔട്ട് ചെയ്യുന്നതാണ്. കാരണം ഇതിനകത്തുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ആക്ച്വലി പേ ഔട്ട് ചെയ്യുന്ന ആപ്പ് തന്നെയാണ്. സോ അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ആക്ച്വലി ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നില്ലെങ്കിൽ അതും കമന്റ് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. സോ എന്താണെങ്കിലും നമുക്ക് കമന്റ്സ് ഒക്കെ വായിച്ച ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ റിസോൾവ് ചെയ്ത ശേഷം നമുക്ക് ഇനി വേറെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയും ചെയ്യാം. വേറെ ഒരു ഇഷ്യൂസും ഇല്ല അതിനെ കുറിച്ചൊന്നും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അതാണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിവിടെ ഒരു പൈസ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ക്യാഷ് കിട്ടുന്നുണ്ടോ എല്ലാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ അത് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.